മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ബൗദ്ധിക മുഖങ്ങളിലൊന്ന്. രാമജന്മഭൂമി ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാം? ഓരോ പാർട്ടിയും അവരവരുടെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫർദറായിട്ട് ആവശ്യമെങ്കിൽ റിയാക്ട് ചെയ്യാം. BJP ഇതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ എല്ലാവരും ചങ്ങലക്കിടാൻ വേണ്ടി. ദർ ആർ എവർ സോ മെനി അതർ ഇഷ്യൂസ് അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് സെക്കുലർ പാർട്ടീസാണ് അക്കാര്യം കൂടുതൽ ചിന്തിക്കേണ്ടത്, മോർ ദാൻ അസ്. ഞങ്ങളൊരു ഡയറക്റ്റായിട്ട് ആ ഒരു ഇഷ്യൂവിൽ ഞങ്ങൾ ചാടി മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും മറ്റു പാർട്ടികളാണ് അതിനെക്കുറിച്ച് അവെയർ ആവേണ്ടത്. ഈ പബ്ലിക് എന്നൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലൊന്നും അവർ റിയാക്ട് ചെയ്യാതിരിക്കുകയും, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് പോട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ച് പോലും അവർ ബോധേഡല്ല. സത്യത്തിൽ നമ്മുടെ ഒരു രാജ്യം അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുവെന്നും അത് കൃത്യമായി മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു എന്നുമാണ് നിങ്ങൾ പറയുന്നത് പോലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ആ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചിട്ട് ചികഞ്ഞെടുത്തിട്ട് ഉള്ള മനുഷ്യബന്ധങ്ങൾ ശിഥിലമാക്കാനോ അതിനകത്തൊരു വിള്ളൽ വീഴ്ത്തത്തക്ക രീതിയിലുള്ള പരിശോധന ചരിത്രത്തിൽ നടത്താൻ ഞാൻ തയ്യാറില്ല. ഒരു നേർമാർഗത്തിലേക്ക് കമ്മ്യൂണിറ്റിയെ നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ഞങ്ങൾ കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. ചില എന്താ പറയുക നിലപാടുകൾ സ്വീകരിക്കുന്നതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചില്ല എന്നോ? ലീഗിന് അവിടെ വീഴേണ്ട കാര്യമില്ലല്ലോ. ലീഗിൻ്റെ പോളിറ്റിക്സാണ് നടത്തുന്നത്. അത് ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞങ്ങളുടെ ധാരണ. ഹൂ ഈസ് ലെഫ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ധാരാളമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കണം. ഇത് ലെഫ്റ്റാണോ? ലെഫ്റ്റ് ഈസ് നോട്ട് ലെഫ്റ്റ് നൗ. വലതുപക്ഷ ഈ വ്യതിയാനം ലോകത്തിന് സംഭവിച്ചപ്പോൾ ആ വ്യതിയാനം കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിച്ചിട്ടുണ്ട് ആസ് എ പാർട്ടി. ഇവിടെ നമ്മൾ ഭരണത്തിന് മാത്രമല്ല വ്യതിയാനം, റൈറ്റ് ഡീവിയേഷൻ ഈ പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. നിരവധി പ്രത്യേകതകളുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നിരവധി പ്രഭാഷണങ്ങൾ, 1000-ലധികം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ, നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാൾ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ, MLA ആയിരുന്ന ഒരാൾ, അതിനെല്ലാം ഉപരി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാൾ, 1987 മുതൽ മുസ്ലിം ലീഗിൻ്റെ പതാക ഏന്തിയ ഒരാൾ, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ബൗദ്ധിക മുഖങ്ങളിലൊന്ന്. സ്വാഗതം ചെയ്യാൻ നമുക്ക് അദ്ദേഹത്തെ. KNA ഖാദർ, സ്വാഗതം സർ. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ രാമജന്മഭൂമി ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. CPM അതിൽ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേതാക്കളെയൊക്കെ ക്ഷണിച്ചിട്ടും ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം. കോൺഗ്രസ് ഇതിലൊരു നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചോദിക്കാൻ ഏറ്റവും യുക്തനായ ഒരാൾ ഖാദർ സാഹിബാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് പറയാം? മുസ്ലിം ലീഗ് സംശയാതീതമായി ഇന്നലെ അത് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും നാഷണൽ കൗൺസിലിൻ്റെ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി, ഇവിടുത്തെ മറ്റ് സ്റ്റേറ്റ് നേതാക്കന്മാരിരുന്ന് ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഓരോ പാർട്ടിയും അവരവരുടെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫർദറായിട്ട് ആവശ്യമെങ്കിൽ റിയാക്ട് ചെയ്യാം എന്ന് അവർ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളുടെ ഒരു നിലപാട് പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയമാക്കി ഭാരതീയ ജനതാ പാർട്ടി മാറ്റുന്നതിലാണ് ഞങ്ങളുടെ അസ്വസ്ഥത എന്നും പറഞ്ഞു. പിന്നെ മറ്റത് നമ്മുടെ ഒരു വിഷയത്തിൽപ്പെട്ടതല്ല. യു ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് കോൺഗ്രസ്, ഇറ്റ് ക്യാൻ ബി ആൻസേർഡ് ബൈ ദം. ഒരുപാട് എഫിഷ്യൻ്റായിട്ടുള്ള ലീഡേഴ്സ് അവർക്ക് കിട്ടും, ദേ വിൽ ആൻസർ. അല്ല, കോൺഗ്രസ് ഈ നിലപാട് വൈകിക്കുന്നതിൽ പോലും ഒരു മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തതിനെ കുറിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുക. കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദിക്കും. അതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ ഇന്നലെ ഞാൻ കേട്ടു, അത് കാനം രാജേന്ദ്രൻ അല്ല CPI ബിനോയ് വിശ്വം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ആരോ ചോദിക്കുന്ന കേട്ടു. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ഒരു ആൻസർ മനസ്സിൽ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് ബിനോയ് വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ ഇത്. അങ്ങനെയല്ലേ? അപ്പോൾ കോൺഗ്രസ് ഈസ് ഫ്രീ ടു ഡു. അതാണ്, അവർ തീരുമാനം എടുക്കാനുള്ള എഫിഷ്യൻസി അവർക്കുണ്ട്, അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ദേ വിൽ ഡു ഇറ്റ് ഇൻ ടൈം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായി തുടങ്ങിയില്ലേ, അടുത്ത ദിവസമായില്ലേ? അല്ല ഖാദർ സാഹിബ്, അവിടെയാണ് എൻ്റെ ചോദ്യം. കാരണം ഇത് ഡിലേ ആകും തോറും നമുക്കറിയാം
ഡിലേ ആകും തോറും ഇതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നത് ശരിക്കും ഒരു UDF രാഷ്ട്രീയത്തിന് തന്നെ കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, അത് ഒരു കേരളത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല. ഇങ്ങനെ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് ഇതിനെ കൊണ്ടുപോകുന്നത് BJPക്ക് അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്, പൊളിറ്റിക്കലാണ്. അവരവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു വിഷയം വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ പാർട്ടികളും ഒരുപക്ഷെ ഗുണമായാലും ദോഷമായാലും അതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് ഗുണദോഷങ്ങളും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ മാത്രമല്ല BJP ഇതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ എല്ലാവരും ചങ്ങലക്കിടാൻ വേണ്ടി ദർ ആർ എവർ സോ മെനി അതർ ഇഷ്യൂസ് അല്ലേ? അതെ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ക്യാമ്പയിൻ ചെയ്തിട്ട് ഈ ഇന്ത്യ മുന്നണിയും എല്ലാം കൂടി വരുന്നതിനിടയിൽ ഇത് മാത്രം ഇതിന് പോകുന്നില്ലേ, അത് മാത്രം അറിഞ്ഞാൽ മതി. ഇതിന് വരുമോ ഇല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ഷോർട്ട് ആൻഡ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല, അതാണ് ചുരുക്കാൻ പാടില്ല. അത് വൺ ഓഫ് ദ ഇൻസിഡൻസ് ആണ്. അല്ലെ, BJP എന്ന പാർട്ടി ശരിക്കും വളർന്ന് വികസിച്ച് ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പരമാധികാരം നേടുന്നതിലേക്ക് എത്തിച്ചത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണ്. അപ്പോൾ എല്ലാ കാലത്തും BJP ഇത്തരത്തിലുള്ള കെണിയൊരുക്കിയ തന്നെയാണ് പലരെയും അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതും പലരെയും ഇല്ലാതാക്കിയതൊക്കെ. അതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് അതാണ് പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവരതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അസംതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നൊരു കാര്യം. പക്ഷേ അതിന് സെക്കുലർ പാർട്ടീസാണ് അക്കാര്യം കൂടുതൽ ചിന്തിക്കേണ്ടത്, മോർ ദാൻ അസ്. ഞങ്ങളൊരു ഡയറക്റ്റായിട്ട് ആ ഒരു ഇഷ്യൂവിൽ ഞങ്ങൾ ചാടി മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും മറ്റു പാർട്ടികളാണ് അതിനെക്കുറിച്ച് അവെയറാവേണ്ടത്. അപ്പോൾ അത് ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള ലീഡർഷിപ്പുണ്ട്, സംസ്ഥാനത്തും കേന്ദ്ര തലത്തിലും ഉണ്ട്. അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമായിരിക്കും. ഞങ്ങളും അനുഭവിക്കേണ്ട ഒരു ഇഷ്യൂ മാത്രമല്ലല്ലോ. അല്ലെ, കോൺഗ്രസ് ദേശീയ തലത്തിൽ പല സ്റ്റേറ്റുകളിലും ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് നേരത്തെയും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് കുറച്ച് ശക്തവുമാണ്. അതിനെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അതിനൊക്കെ ഓരോ പേര് വന്നത്. ഈ പാർട്ടി നിലപാടുകളൊക്കെ ഹിന്ദുത്വമായിട്ട് മൃദു ഹിന്ദുത്വ അറ്റാച്ച് ചെയ്തിട്ട് അത് മൃദുവാണോ സ്ട്രോങ് ആണോ എന്നുള്ള ഡിസ്കഷൻ. വാസ്തവത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി. അതൊരു നല്ല കാര്യമല്ല. അത് ഏത് കമ്മ്യൂണിറ്റിയായാലും, നോട്ട് ഓൺലി ഹിന്ദു, മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനോ, എനി കമ്മ്യൂണിറ്റി, എനി നാഷൻ, എവിടെയായിരുന്നാലും പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് റൂളിങ്ങിൻ്റെയും പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെയും മാനദണ്ഡം. ഇലക്ഷനുകളിൽ ഡെമോക്രാറ്റിക്കായിട്ട് നടക്കുന്ന ഇലക്ഷനുകളിൽ പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് നമ്മൾ കണക്കെടുക്കുന്നത്. ആളുകൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ മെജോറിറ്റി ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കമ്മ്യൂണൽ മെജോറിറ്റി ആക്കി മാറ്റുന്ന ഒരു എഫർട്ടാണ് അവർ നടത്തിയത്. അത് അവർക്ക് ഏതാണ്ട് സക്സസ്ഫുള്ളായ മട്ടാണ് കാണുന്നത്. ഈ പബ്ലിക് എന്നൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലൊന്നും അവർ റിയാക്ട് ചെയ്യാതിരിക്കുകയും, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് പോട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ച് പോലും അവർ ബോധേഡല്ല. അങ്ങനെയുള്ളൊരു ജനത ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കുറച്ചു കാലം നടക്കും. അതാണ് എൻ്റെ പ്രശ്നം. ഇത് ഇപ്പോൾ ഗാദ സാഹിബ് പറഞ്ഞാണ് ശരി എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഇന്നലെ ഇപ്പോൾ ഷാഫി ചാലിയും വന്നിരുന്ന് ചർച്ചയിൽ വന്ന് വളരെ കൃത്യമായി ഇത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷാഫി ചാലിയും പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇനി അതിൽ പങ്കെടുത്താൽ പോലും കാരണം പ്രശ്നമില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായി പങ്കെടുത്താൽ പോലും കുഴപ്പമില്ല എന്ന് ഷാഫി ചാലിയും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞത് കോൺഗ്രസിന് തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുണ്ടാവും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കമൽനാഥ് ഇഷ്ടിക കൊടുത്തയച്ച ഒരാളാണ്, ഞങ്ങളാണ് ഇത് തുറന്നു കൊടുത്തത് എന്ന് പറയുന്ന അവകാശവാദങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന് ഇത് ബാധിക്കും. സത്യത്തിൽ നമ്മുടെ ഒരു രാജ്യം അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുവെന്നും അത് കൃത്യമായി മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു എന്നുമാണ് ഇന്നലെ ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ഇത് നേരത്തെ മുസ്ലിം ലീഗ് തിരിച്ചറിയേണ്ടതല്ലേ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കലി ഉള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഇന്ത്യ രാജ്യത്ത് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നും അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ, അതായത് 79 ധ്രുവീകരണം പോളറൈസേഷൻ കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നും അപ്പൊ അതിനനുസരിച്ച് കുറെ കൂടി നിലപാടുകളിൽ പക്വതയാർന്ന നിലപാടുകൾ എടുക്കണം എന്നുമാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടതുള്ളത്. കാരണം എൻ്റെ ചോദ്യം ഒരൊറ്റ വാചകത്തിലാണ്.
ഇത് ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗിൽ കഴിയുന്നുണ്ടോ അണികളെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഈ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ഇപ്പം ഖാദർ സാഹിബിന് കൃത്യമായ ധാരണയുണ്ട്, അതുകൊണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. പക്ഷെ അത് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് പോലും കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗ് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടതായിട്ടില്ല. വി ആർ ഡൂയിങ് ഇറ്റ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും ഒരു സെക്യുലർ ആറ്റിറ്റ്യൂഡും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അന്യമതസ്ഥരോടുള്ള ഒരു നല്ല സമീപനം, ഒരു സഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിച്ചാണ് ഉണ്ടായതും ഇന്ത്യൻ യൂണിയൻ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗ് ഉണ്ടായതും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് മുസ്ലിം ലീഗ് പിന്നെ സംഭവിക്കാനിരിക്കുന്നത് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആരെങ്കിലും നയിച്ചുകൂടായികയില്ല. അതിന് വാസ്തവത്തിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടൊപ്പം നിൽക്കുകയും ഇന്ത്യ രാജ്യത്തോടൊപ്പം നിൽക്കുകയും ദേശസ്നേഹികളായി ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വി ഹാവ് ടു കീപ്പ് എ ബാലൻസ് ഇൻ ബിറ്റ്വീൻ. ആ ബാലൻസ് കീപ്പ് ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടില്ല. ഷാഫി അങ്ങനെ പറഞ്ഞെങ്കിൽ അതാണ് അതിൻ്റെ കാര്യം. അദ്ദേഹം ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പറയാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നെവർ കം ബാക്ക്. ഫ്യൂച്ചർ യു ക്യാൻ ടച്ച്. അപ്പോൾ രണ്ടിനെയും തൊടാൻ പറ്റില്ല. യു ലിവ് ഇൻ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. അതാണല്ലോ സ്ഥിതി. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ആ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചിട്ട് ചികഞ്ഞെടുത്തിട്ട് ഉള്ള മനുഷ്യബന്ധങ്ങൾ ശിഥിലമാക്കാനോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇടയിലുണ്ടായിട്ടുള്ള ഒരു യൂണിറ്റി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു കോർഡിനേഷൻ അങ്ങനെ ഉണ്ടല്ലോ. ഒരു ലക്ഷ്യത്തിലേക്ക് സമാന മനസ്കരായിട്ടുള്ള ആളുകൾ ഒന്നു ചേർന്ന് ഒരു സെക്യുലർ ആറ്റിറ്റ്യൂഡുള്ള ഒരു പൊളിറ്റിക്കൽ മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തൊരു വിള്ളൽ വീഴ്ത്തത്തക്ക രീതിയിലുള്ള പരിശോധന ചരിത്രത്തിൽ നടത്താൻ ഞാൻ തയ്യാറില്ല. എൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ 1992 ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വർഗീയ കലാപങ്ങളോ ചെരിതിരിവുകളോ ഉണ്ടാകാതെ നോക്കിയതിൻ്റെ വലിയൊരു സൂത്തിങ് പാഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിലൊരു തർക്കമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിലുണ്ടാകുന്ന ഒരുപാട് കുറെ കൂടി എക്സ്ട്രീം ഫണ്ടമെന്റലിസം വളരുന്നതിൽ അതിനെ കൃത്യസമയത്ത് എതിർക്കാതെ പോയതിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ കുറവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ചോദ്യം. അതിനുശേഷം എന്ത് എക്സ്ട്രീം ഫണ്ടമെന്റലിസം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പൊ ഒരു മൗദൂദിയൻ ആശയങ്ങൾക്കാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടിക്കാണെങ്കിലും വെൽഫെയർ പാർട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരു അവർക്ക് കുറെ കൂടി ആളുകൾ ഉണ്ടാകുന്നു, കുറെ കൂടി അവരുടെ അടുത്തോട്ടുള്ള ഒരു അണികളുടെ കുറെ കൂടി ആവേശം ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളതിന് ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. അവർക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നോ? അണികൾ നിങ്ങൾ പറയുമ്പോൾ ഏറ്റ പാർട്ടി ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. അതായത് ജനം എന്നല്ലല്ലോ പറഞ്ഞത്, മുസ്ലിങ്ങൾ എന്നല്ലല്ലോ പറഞ്ഞത്. അല്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ അധികം ആളുകൾ അപ്പുറത്ത് പോയി എന്നും ശക്തിപ്പെട്ടു എന്നും ഫണ്ടമെൻ്റലിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന് ഐ ഡോണ്ട് അഗ്രി. അവർ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പക്ഷത്തല്ല ജനം നിൽക്കുന്നത്. അവർക്ക് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും PDP ഒക്കെ ഒരു കാലത്തൊക്കെ വലിയ ശക്തിയായിരുന്നല്ലോ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ പാർട്ടികളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിചാരണ ചെയ്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റൊന്നും അവർക്കാർക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. ഞങ്ങൾ നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ഒരു നേർമാർഗത്തിലേക്ക് കമ്മ്യൂണിറ്റിയെ നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ഞങ്ങൾ കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ ഈ പോളറൈസേഷൻ തന്നെ, ആ പോളറൈസേഷൻ ഒരു പാർട്ടി മാത്രം ചേർന്ന് തടയേണ്ടതല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നടത്തേണ്ട ഒരു ഫൈറ്റാണത്. ഒരു മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇഷ്യൂ നോക്കിയാൽ നമുക്കൊരു സംഗതി ഉണ്ട്. ദർ ആർ സർട്ടൻ നാഷണൽ ഇഷ്യൂസ്, ദർ ആർ സർട്ടൻ സ്റ്റേറ്റ് ഇഷ്യൂസ്. അത് രണ്ടും കൂടി ഇപ്പം ഇവിടെ ഒരു CPM ഭരിക്കുന്നു. ഈ നാഷണൽ മുന്നണിയിൽ, ഇന്ത്യ മുന്നണിയിൽ അവരിപ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എന്നാലും അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുമാണ്. വിശാലമായ സഖ്യം എന്നുള്ള കൺസെപ്റ്റിനൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ കേരളത്തിൽ UDFന് രണ്ട് രീതിയിലേ പ്രവർത്തിക്കാൻ പറ്റും.
നാഷണൽ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെതിരായിട്ട് അജിറ്റേഷൻ വേണ്ടി വരും. കേരള ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും. അത് ദാറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദി സെൻട്രൽ ഇഷ്യൂസ് ആവരുത്. സ്റ്റേറ്റിനെതിരായിട്ടുള്ള അജിറ്റേഷൻ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് ഇവിടെ നമ്മൾ റോഡ്, പാലങ്ങൾ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ആൻറ്റി കറപ്ഷൻ, അത് രണ്ടിടത്തും ബാധകമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിട്ടാണ് നമ്മളിവിടെ അതാത് ദിവസത്തെ ആളുകളുടെ ഭക്ഷണം, അവരുടെ വീട്, അവരുടെ തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, ഇതിലാണ് ഈ ഗവൺമെൻറ്റിനോട് മുട്ടുണ്ടുള്ളൂ. മറ്റിടത്ത് അതല്ല. ഡെമോക്രസി, സെക്യുലറിസം, ഫാസിസം, ആൻഡ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഇഷ്യൂലൊക്കെയാണ് അവരായിട്ടുള്ള ഫൈറ്റ് വരുന്നത്. അതിൽ ഇവരുണ്ട് എന്ന് വെച്ച് ഇവരെ മാത്രം എതിർത്തുകൊണ്ട് അതിനെ വിടാനും പാടില്ല, അതിനെ മാത്രം എതിർത്തുകൊണ്ട് ഇതിനെ വിടാനും പാടില്ല. അതിൻ്റെ എല്ലാം അപ്പുറത്ത് കിടക്കുന്നതാണ് റിലിജിയൻ, ഒരുപാട് സെക്റ്റ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, നല്ലൊരു ഇതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്. അതുകൊണ്ട് മുഴുവനാണെന്നും ഞങ്ങൾ മാത്രമാണ് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കും തെറ്റുപറ്റാം, കമ്മ്യൂണിസ്റ്റുകാർക്കും തെറ്റുപറ്റാം, കോൺഗ്രസിനും തെറ്റുപറ്റാം. ഇപ്പം ഞങ്ങൾ ഫുള്ളായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ വളരെ പരിശുദ്ധരാന്ന് വരില്ലേ? ഞങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കില്ലേ? കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ളതൊക്കെ മനുഷ്യരാണ്. അവർ ഏത് പാർട്ടിയിലാണെങ്കിലും മനുഷ്യരാണ്. ഞാൻ പിന്നെ 2 പാർട്ടിയുടെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് അത് നമ്മുടെ ഗവർണറുടെ അത്ര അറിയില്ല, എന്നാലും അദ്ദേഹത്തിന് 8 പാർട്ടികളുടെ അറിയാമെന്ന് കേട്ടിട്ടുണ്ട്. CPI-യും മുസ്ലിം ലീഗും അറിയാം. ഞാൻ CPI മുസ്ലിം ലീഗ്. വേറെ CPI-യിൽ ഞാൻ തന്നെ ഐ വാസ് യങ്, അന്നുണ്ട് ഒരു 17 വർഷം, 1970 to 1987 ആസ് യു ടോൾഡ് കറക്റ്റ്ലി. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ നല്ലൊരു ഡിസിഷൻ എടുക്കേണ്ടത് അതിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ ആവശ്യമാണ്. അല്ല, ഇതിവിടെ CPM-ഉം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം ഉണ്ടായിരിക്കും ഒരു പാർട്ടി അതിനെ മറ്റേ പാർട്ടി വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഈ പലസ്തീൻ വിഷയമായാലും ശരി, ഏക സിവിൽ കോഡായാലും ശരി, ഇതൊക്കെ CPM ആണ് കേരളത്തിൽ കുറച്ചും കൂടി താല്പര്യം എടുക്കുകയും അതിനെതിരെയുള്ള ഒരു വലിയൊരു വിശാലമായ ഒരു ഇതൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സമയത്തൊക്കെ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ചില എന്താ പറയുക നിലപാടുകൾ സ്വീകരിക്കുന്നതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചില്ല എന്നാ ചോദിച്ചു. അതിലുള്ളൊരു പ്രശ്നം എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വിഷയം രാമജന്മഭൂമി അയോധ്യ പ്രശ്നം പറഞ്ഞപ്പോൾ BJP അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യണമെന്ന്. ഇവിടെ ഇവരും അത് പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത്. ബോത്ത് ആർ ഡൂയിങ് ദ സെയിം തിങ് ഇൻ ഡിഫറെൻറ്റ് മാനർ. അത് ആരുടെ മാർക്കറ്റിലാണ് അധികം വിറ്റഴിയുക എന്നുള്ളത് വേറെ ഇഷ്യൂ. 2 കൂട്ടരും അത് തന്നെയാണ് ചെയ്യുന്നത്. CPM ഈ ഏക സിവിൽ കോഡും പിന്നെ ഇപ്പോൾ അതേമാതിരി ഈ പാലസ്തീൻ ഇഷ്യൂ, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അവർ ചാടിക്കയറി അതിനകത്ത് അതിൻ്റെ കൂടെ വരുന്നത് വെറുതെ ഒരു മുസ്ലിം സ്നേഹം മാത്രമല്ലല്ലോ. അവർക്ക് വോട്ട് തന്നെയാണ് അവരുടെ ടാർഗറ്റ്. അവരുടെ ബിസിനസ് നടത്താൻ നോക്കുന്നു, മറ്റവരുടെ നടത്താൻ നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഏതൊക്കെയോ തരത്തിൽ ലീഗ് വീണു പോകുന്നുണ്ടോ? ലീഗിന് അവിടെ വീഴേണ്ട കാര്യമില്ലല്ലോ. ലീഗിൻ്റെ പോളിറ്റിക്സാണ് നടത്തുന്നത്. അത് ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞങ്ങളുടെ ധാരണ. എന്തെങ്കിലും മിസ്റ്റേക്സ് ചോദിക്കാനുള്ള കാരണം ഈ പലസ്തീൻ ബന്ധപ്പെട്ടുണ്ടായ കോഴിക്കോട് നടന്ന ഒരു വലിയ മഹാസമ്മേളനത്തിൽ ക്ഷണിച്ചാൽ ഞങ്ങൾ പോവും എന്നുള്ള ഒറ്റ വരി വെച്ചാണ് പിന്നീട് വലിയ രീതിയിൽ CPM അതിന് പൊളിറ്റിക്കലി നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രസ്താവനയായിരുന്നു, ക്ഷണിച്ചാൽ ഞങ്ങൾ പോകും. അപ്പം CPM-ന് കുറ്റം പറയാൻ പറ്റില്ല. CPM ക്ഷണിക്കുന്നു, പിന്നെ പോവോ ഇല്ല എന്നില്ല, പിന്നെ ചർച്ച മൊത്തം വലിയ രീതിയിൽ ആ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകാണ്. CPM-നാണ് അത് കൊണ്ടുണ്ടാക്കിയത് ആയിരിക്കും. അവർക്ക് ഓരോ പാർട്ടികൾക്കും ഓരോ സമയത്ത് ഗുണമുണ്ടാവും. എല്ലാവർക്കും കൂടി ഒപ്പം ഗുണം വരില്ല. അങ്ങനെ വരാം, പക്ഷേ അപ്പോഴും ഒരു ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഉണ്ടാവും. ഇപ്പോൾ പാലസ്തീൻ ഇഷ്യൂ ഞങ്ങളാണല്ലോ ഏറ്റവും നല്ല രീതിയിൽ അതിൽ പ്രതിഷേധിച്ചതും റാലി നടത്തിയതും. അത് ഒരിക്കലും തീർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും അതിങ്ങനെ നിലനിൽക്കല്ലേ. അപ്പോൾ ആ ഇഷ്യൂവിൽ ടി മുഹമ്മദ് ബഷീർ അന്ന് പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. അന്നത്തെ ഒരു സിറ്റുവേഷൻ അതായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് പാർട്ടി പിന്നീടാണ് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ആലോചിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് നടത്താം, അവരുടെ അതിനെ പൊയ്ക്കൊള്ളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് എത്രയോ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും പാലസ്തീനു വേണ്ടി ഇല്ലേ. ഇപ്പം ഇസ്രായേലിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ.
ഓക്കെ, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ ഖാദറൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനിടക്ക് ഒരു മുസ്ലിം ലീഗിന്റെ അണികൾ വലിയ കൺഫ്യൂഷനിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടക്കുള്ള ഒരു വോട്ട് ബാങ്കിനകത്തേക്ക് 2021 ഇലക്ഷനിൽ തന്നെ വളരെ നന്നായി കടന്നു കയറാൻ മലബാർ അല്ലാത്ത റീജിയനുകളിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നാണ് വോട്ടിന്റെ സ്റ്റാറ്റിക്സ് ഒക്കെ തെളിയിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം, ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നു. റാലി നടത്തുമ്പോൾ കോൺഗ്രസ് നടപടി എടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ CPM നടത്തുന്ന റാലിയിലേക്ക് മുസ്ലിം ലീഗിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇൻവൈറ്റ് ചെയ്തു. വരണത് അവരുടെ ഇഷ്ടമാണെന്ന് മോഹൻ മാസ്റ്റർ പറഞ്ഞു. അതിനുശേഷം ഇതിലും ഇൻവൈറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സമുദായത്തിന്റെ, ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ കോസിന് വേണ്ടി നിൽക്കുന്നത് CPM ആണെന്ന് പറയുന്ന വ്യാപകമായ പ്രചരണം നടത്താനും അതുവഴി നേരത്തെ ഖാദർ സാഹിബ് പറഞ്ഞ പോലെ ഇത് വോട്ടാക്കി മാറ്റാനുമുള്ള ഒരു വലിയ മെഷീനറി CPM-നുണ്ട്. അത് CPM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിനിടയിൽ സത്യത്തിൽ മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഈ മലപ്പുറത്തു നിന്ന് വരുമ്പോൾ 2 സൂപ്പർ മാർക്കറ്റുകൾ കണ്ടു. ഒരു സൂപ്പർ മാർക്കറ്റിൽ ധാരാളമായിട്ട് ആൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കാണുന്നു. അവിടെ നല്ല കച്ചവടം നടത്തുന്നുണ്ട്. അത്ര കച്ചവടം ഇല്ലാത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോദിച്ചാൽ അയാൾ എന്ത് പറയണം? ഇറ്റ് ഈസ് നോ മീനിങ്. CPM അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് CPM? അവർക്ക് കൂടുതൽ വോട്ടുണ്ടാക്കാനും അവരുടെ പോളിസി നല്ലതാക്കാനും അവരെ ജനസ്വാധീനം വർദ്ധിപ്പിക്കാനും അവർ പരിശ്രമിക്കും. ഞങ്ങളുടെ രീതിയിൽ പരിശ്രമിക്കും. കോൺഗ്രസ് അങ്ങനെ പരിശ്രമിക്കും. എല്ലാവരും അവനവൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനും വോട്ട് കൂടുതൽ കിട്ടാനും എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPM-ന് അതിലൊരു സിൻസിയറിറ്റി ഇല്ല എന്നും അതും ഒരു പൊളിറ്റിക്കലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതിലേക്ക് പെട്ടേക്കണ ഒരു ഈ ഗവർണറും CPM-ഉം ഒക്കെ തമ്മിൽ ഭയങ്കര ബഹളമായിട്ടല്ലേ നമുക്ക് തോന്നുന്നു. ഈ ഗവർണറാണ് മറ്റേ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചത്. ഇർഫാൻ ഹബീബും ഈ ഗവർണറും EMS നമ്പൂരിപ്പോഴാണ് ആന്റി ഇസ്ലാമിക ശരീഅത്തിനെതിരായി പ്രസംഗിച്ച ഈ 3 ആളും കൂടി ഒരുമിച്ചാണ്. അവര് 2ആയി കണ്ടില്ലേ? അതാണ് കുറച്ച് കഴിയുമ്പോൾ ദൈവം അങ്ങനെയുള്ള. അല്ല, ഇതില് CPM-ന് ഇപ്പൊ ഏറ്റവും കിട്ടിയേക്കണ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈവൻ സമസ്തയുടെ, അല്ലെങ്കിൽ നമുക്കറിയാം 1979 സമസ്തയുടെ ലീഡർഷിപ്പിൽ പണക്കാട് തങ്ങൾമാരായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ലീഡർഷിപ്പിൽ ഇല്ലെങ്കിൽ പോലും സമസ്ത മുസ്ലിം ലീഗുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിത സഭയാണ്. പക്ഷെ അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന SFIയും DYFIക്കും എതിരെ നടത്തിയ പ്രസ്താവന ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഗവൺമെന്റിനോട് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സാഹിബ് പറയാൻ പോകുന്ന ന്യായീകരണം. പക്ഷെ CPM-നോട് തന്നെ എടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമാകുന്നു. കാരണം BJP എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ശക്തിക്കെതിരെ പോരാടാൻ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല. ആ തോന്നലൊക്കെ അതിൻ്റെ കള്ളിയൊക്കെ താമസിയാതെ വിളിച്ചെത്താവും. സമസ്ത മഹാഭൂരിപക്ഷം സമസ്തയും എന്നും മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തവരും സഹായിച്ചവരുമാണ്. അതിനകത്ത് വലിയ മാറ്റമൊന്നും വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ദേ ആർ ആൻ ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷൻ. ഏത് സംഘടനക്കും അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ? സമസ്ത ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ്. നൂറ്റാണ്ടുകളല്ല വർഷങ്ങളായിട്ട് ഇവിടെ 100 വർഷം ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. മുസ്ലിം ലീഗായിട്ട് അവർക്കുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയ രീതിയിലൊന്നും ഇപ്പം കണ്ടിട്ടില്ലല്ലോ. പിന്നെ അവർ ഗവൺമെൻറ്റിനെ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്, അവർ ഗവൺമെൻറ് കാലത്ത് ആ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുമോ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി? ഞങ്ങളുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നൊരു സന്ദർഭത്തിലും വേറൊരു ഗവൺമെൻറ് ആകുമ്പോഴും വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞാലും മതി. അവരുടെ വേറൊരു ഗവൺമെൻറ് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അതുകൊണ്ട് അവരൊരു നിവേദനം കൊടുക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ദേ ആർ ഫ്രീ ടു ഡു ദാറ്റ്. പക്ഷേ ഗവർണർക്ക് ഇപ്പൊ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പൊ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ PMA സലാം ഇരുത്തേണ്ടതാണെന്ന് പറയുന്ന ലെവലിലുള്ള ചരിത്രപരമായ അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പോലും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് അത്ര ചരിത്രപരമാണോ? എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള. എല്ലാ പാർട്ടികൾക്കകത്തും പാർട്ടികൾ തമ്മിലും ഓരോ പാർട്ടികളിലും ഉണ്ടായ പിളർപ്പ് കാലത്തും. ഇപ്പോൾ തന്നെ ഈ CPM-ൻ്റെ മുന്നണിയിൽ CPI-CPM റിലേഷൻ നല്ലതാണോ എന്നെനിക്ക് തോന്നുന്നില്ല, നല്ലതാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ മന്ത്രിസഭാ പുനഃസംഘടന പോലും ഒരു തർക്ക വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പിന്നെ ഈ അവരൊക്കെ അതിൻ്റെ ഒറിജിനൽ, ഇപ്പോൾ ഹൂ ഈസ് ലെഫ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ധാരാളമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കണം. ഇത് ലെഫ്റ്റാണോ? ലെഫ്റ്റ് ഈസ് നോട്ട് ലെഫ്റ്റ് നൗ.
റൈറ്റ് ഡീവിയേഷൻ ലോകത്തുള്ള ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. വലത്ത് എന്നുള്ള അർത്ഥത്തിൽ കറക്റ്റ്, ശരി എന്നുള്ള അർത്ഥത്തിൽ വലതുപക്ഷം. അപ്പോൾ ലെഫ്റ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ലെഫ്റ്റുകാരനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണോ ലെഫ്റ്റ്? അല്ല, ശരിക്കും അവരാണ് ലെഫ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അവർ ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നിങ്ങളെന്താ മാർക്സിസത്തിന് എന്ത് സംഭവിച്ചു, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് സംഭവിച്ചു, ഇതൊക്കെ അവരോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വേറെ ആളുകളോട് ചോദിക്കണം, എന്നിട്ട് അവരോട് ചോദിക്കണം. അല്ലെ, അപ്പോഴും ഈ CPM-ന്റെ പല നേതാക്കന്മാർ, അതിപ്പോൾ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു, ലീഗിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിൽ വരാം. ഏതാണ്ട് അതേ തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഗോവിന്ദ മാഷ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ലീഗിന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നല്ല ആയിരിക്കും അവർ, പക്ഷേ അവർക്ക് ആരും പ്രതീക്ഷിക്കാറില്ല. അവരെന്താ കുഴപ്പം? വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതൊക്കെ പിന്നെ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്, ദാരിദ്ര്യം കൊണ്ട് പറയുന്നതാണ്. അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പോവർട്ടി ആണല്ലോ. ശരിക്കും അവർക്ക് ഭയം ഉണ്ടാവും. ശരിക്കും അവർക്ക് ശരിക്കും രാഷ്ട്രീയ ദാരിദ്ര്യം ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഈ അടുത്ത് എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് നല്ല ഭയമുണ്ട്. ഇതെല്ലാം ഇതിനിടയ്ക്ക് ഈ ഏക സിവിൽ കോഡും ഇതും അയോധ്യ ഒക്കെ ചാടി കയറി പറയുന്നത് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഇനി ഇതിൻ്റെ സംരക്ഷണം മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും പ്രാദേശിക പാർട്ടിയായി ഈ പാർട്ടി. ഞങ്ങൾ വലിയ പാർട്ടിയായിട്ട് പറയില്ല, ഞങ്ങൾ വളരെ ചെറിയ പാർട്ടിയാണ്. എന്നാലും CPM-ന്റെ ഒക്കെ അതുപോലെയൊക്കെ സ്വാധീനം ഏതാണ്ട് അതിനേക്കാളും CPM തുല്യരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു ഡൽഹി വിധിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരു ഈക്വൽ തന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടായിരുന്നു? AKG നിങ്ങൾക്ക് എല്ലാം അറിയണ കാര്യമില്ലേ? എല്ലാവർക്കും അറിയണ കാര്യമില്ല. AKG പ്രതിപക്ഷ നേതാവായിരുന്നു. നെഹ്റുവിന് ശേഷം ആരാണെന്ന് ചോദ്യത്തിന് ആൻസർ AKG എന്നായിരുന്നു. അവർക്ക് ഏറ്റവും 52 ആളുള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഭരണം ഉണ്ടായിരുന്നു. ബംഗാളിൽ വരെ ഈ CPI ഭരണം ഉണ്ടായിരുന്നു. CPM ചേർന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ലേ? എല്ലാം പോയില്ലേ? കേരളത്തിൽ തന്നെ എന്തുമാത്രം മാറ്റം വന്നു. അപ്പം മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ, നാഷണൽ ലെവലിൽ പോയി, ഇൻ്റർനാഷണൽ ലെവലിലും പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, ഇന്ത്യയിലും പോയിക്കൊണ്ടിരിക്കില്ല. അത് CPM-നും CPI-ക്കും ഒരുപോലെ ഒരേ സമയത്താണ്. പഞ്ചാബിലുണ്ടായിരുന്നു, നല്ല ശക്തി ഉണ്ടായിരുന്നു. ആന്ധ്രയിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു, പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 100,000 മെമ്പർമാരുണ്ടായിരുന്നു ആ കാലത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചിറ്റൂർ ബാലേന്ദ്ര മേനോനൊക്കെ ആയിരുന്നു എൻ്റെ പ്രസിഡന്റ്. MP ആയിരുന്നില്ല പിന്നെ. അന്ന് 1,00,000 രൂപയാണ് AITC ഓഫീസിൽ ഓരോ മാസം ഓരോ രൂപ വെച്ച് തൊഴിലാളി ലെവി കൊടുക്കുന്നത്. ലെവി അവരുടെ സാലറി. ഭയങ്കര പാർട്ടിയായിരുന്നു. അതുപോലെ ചക്കര ചെട്ടിയാർ എന്ന് വിളിച്ചൊരു ശിങ്കാരവേലു ചെട്ടിയാലുണ്ട്, വലിയ കമ്മ്യൂണിസ്റ്റുകാരന്. ആന്ധ്രയിൽ ഭയങ്കരല്ലായിരുന്നു പാർട്ടി, തെലുങ്കാനയിലും. ബീഹാറിൽ ഫസ്റ്റ് പാർട്ടിയിലായിരുന്നു. 35-40 MLA-മാരുണ്ടായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്നു. CPM ഭരണം വന്നപ്പോൾ ഗീതാ മുഖർജി, വിശ്വനാഥ മുഖർജി അവരൊക്കെ ഭരണത്തിലുണ്ടായിരുന്നു. അവരൊക്കെ CPM വിഴുങ്ങി പിന്നെ CPM ഭരണമായി. ഇവിടെ ഇപ്പം ഏതാണ്ട് അതിങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു കാലം നിന്നായി ഈ ഘടകകക്ഷികളെ കാണാനുണ്ടാവില്ല. അതിൻ്റെ കൂടെ എന്താണ് പിന്നെ അവരുടെ ഒരു പോളിസി, അത് ഇനി അങ്ങനെ ഒരുപാട് കാലം നിൽക്കും തോന്നുന്നില്ല. പുതിയ സാഹചര്യത്തിൽ വേൾഡിലി ഒരു റൈറ്റ് ഡീവിയേഷൻ ഉണ്ട്. അതെ, ആ കാറ്റും ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് ഇവിടുന്ന് മാത്രം ഒരു ഉദയം ചെയ്തൊരു വിഷയം മാത്രമല്ല. ഒരു സിറ്റുവേഷൻ ഫേവറായപ്പോൾ അത് പൊങ്ങി വന്നു. ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വിത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വേൾഡ് വൈഡായിട്ട് റൈറ്റ് ഡീവിയേഷൻ വരുന്നു. ഇന്ത്യയിലും ഒരു റൈറ്റ് എന്താ പറയുക, തീവ്ര വലതുപക്ഷ കൺസർവേറ്റീവ് ആണ് ഭരണം വരുന്നു. വലതുപക്ഷ ഈ വ്യതിയാനം ലോകത്തിന് സംഭവിച്ചപ്പോൾ ആ വ്യതിയാനം കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിച്ചിട്ടുണ്ട് ആസ് എ പാർട്ടി. ഇവിടെ നമ്മൾ ഭരണത്തിന് മാത്രമല്ല വ്യതിയാനം, റൈറ്റ് ഡീവിയേഷൻ ഈ പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ഈ മുതലാളിത്വവൽക്കരണം CPM-ൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഒരു മുതലാളിത്ത ഒരു വ്യവസ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഉയർന്ന ഏറ്റവും വലിയ ആരോപണം. ഇതിനിടയിൽ തന്നെ അത് പറയുമ്പോൾ ഞാൻ ഇന്റർഫിയർ ചെയ്തോട്ടെ. മുതലാളിത്ത നയം താൻ നടപ്പിലാക്കുന്നു എന്നല്ല അയാൾ വിചാരിക്കുന്നത്. അയാൾ ഇതാണ് കമ്മ്യൂണിസം അല്ല, അദ്ദേഹത്തിന് അത് അറിയാന്ന് വിചാരിക്കുന്നത്. മറ്റുള്ളവർ വിശ്വസിപ്പിക്കുന്നതാണ് അദ്ദേഹം. ഈ അണികളെ ശരിക്കും അദ്ദേഹം കൊണ്ടുവന്നു. മുതലാളിത്വം ശക്തിപ്പെട്ട് ഇമ്പീരിയലിസം ആയി, സാമ്രാജ്യത്വം.
അത് മാർക്സ് കാണാതിരുന്ന അല്ല കാര്യമാണ്. അത് ഒരുപാട് വർഷം മുന്നേ എഴുതി പോയതുകൊണ്ട് കൂട്ടിച്ചേർക്കൽ കൂട്ടിച്ച് ലെനിനാണ് പിന്നെ ആ സ്റ്റൈൽ കൊണ്ടുവന്നത്. അപ്പം ഇതിൽ ഇപ്പം അവരുടെ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു പുതിയ വർഗം ജനിച്ചല്ലോ, പൗരപ്രമുഖർ. അതെ അതെ അതെ. ഈ നവകേരള യാത്ര കൊണ്ടുണ്ടായ അതിന്റെ കുറച്ച് മുമ്പുണ്ട്. അല്ല ഇത് പിണറായി മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നിൽ അദ്ദേഹം മറ്റേ യാത്രയിൽ ഇതുണ്ടായിരുന്നു. ഈ പൗരപ്രമുഖ വർഗം എന്ന് പറഞ്ഞ അതെ ഞങ്ങളൊക്കെ അതിൽ പെടാത്തവരും കാതറിക്കൊക്കെ അതിൽ പെട്ടവരും എല്ലാം അല്ല അത് പക്ഷേ അതിന്റെ ക്വാളിറ്റി ഞങ്ങളെങ്ങനെ അതിലേക്ക് എത്താമെന്ന് ശ്രമിച്ചുകൊണ്ട് അത് പക്ഷെ അതങ്ങനെയല്ല. ഈ പൗരപ്രമുഖരെ കണ്ടെത്തുന്നതിന്റെ മാർഗം എന്താണെന്ന് വെച്ചോണ്ട് ക്രൈറ്റീരിയ മറ്റാണ്. അതെ. അപ്പൊ പണം ഉണ്ടാവുക, ഫൈനാൻസ് ആണ്. അതെ ഫൈനാൻസ് ഉണ്ടാവുക, പിന്നെ കുറച്ച് പ്രദേശത്തെ ആളുകളെ സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടാവുക. ഈ ഫൈനാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി, മറ്റേ മറ്റേത് അത് രണ്ടും കൂടി ചേർക്കണ്ട, ഒറ്റ ക്വാളിറ്റി ഉള്ളൂ. അപ്പൊ നവകേരള യാത്ര അതായത് ഇപ്പൊ പ്രോലറ്റേറിയൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, പ്രോലറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള ക്ലാസ്. അന്ന് തന്നെ ലുംബൻ പ്രോലറ്റേറിയറ്റ്, ബുദ്ധിജീവി വർഗം, കർഷക വർഗം, സൈന്യം ഇതൊക്കെ പറഞ്ഞിരുന്നു മാർക്സ്. പക്ഷെ ഒരു പൗരപ്രമുഖ വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ല അത് ആ നൂറ്റാണ്ടിൽ എഴുതിയോണ്ട. അതിനെ കുറിച്ച് എഴുതിയ ഒരാളുണ്ട്, മിലോവിഞ്ചലാസ്. അയാള് ടോയ്ലറ്റ് പേപ്പറിൽ ജയിലിൽ കിടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ജയിലിലിട്ട്, അയാൾ ബൾഗേറിയയിൽ വൈസ് പ്രസിഡന്റ് ഒന്നായിരുന്നല്ലോ. അങ്ങനെ അത് പാർട്ടിക്കാർ തന്നെ അയാൾ ജയിലിലിട്ടിട്ട് ആ ജയിലിൽ തടവറയിൽ വെച്ച് അയാൾ എഴുതിയാണ്. അയാൾക്ക് എഴുതാൻ പേപ്പർ കൊടുക്കാഞ്ഞിട്ട് ടോയ്ലറ്റ് പേപ്പറിൽ എഴുതി ഒളിച്ചു കിടത്തിയിട്ട് ന്യൂ ക്ലാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയില്ലേ, അതൊരു പുത്തൻ വർഗം എന്നാണ്. ആ മിലോവഞ്ചലാസ് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഇവിടെ രാജ്യം ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത്. ന്യൂ ക്ലാസ് ആണ്. ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞു. ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചില ത്രെട്ട് ഉണ്ടാവും, ചാലഞ്ച് ഉണ്ടാവും. അത് അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡെമോക്രസിക്ക് വേണ്ടി ഇപ്പോൾ ടുണീഷ്യയും ഈജിപ്തും ആ ഡെമോക്രസി പിന്നീട് അട്ടിമറിക്കപ്പെട്ടില്ലേ. ഇപ്പം ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു മൂവ്മെന്റ് വരും എന്ന് പറഞ്ഞപ്പോൾ യു കാൺ ടെൽ ട്രൂത്ത്, വെരി ഡേഞ്ചറസ്. അത് സോക്രട്ടീസിനും ജീസസിനും സത്യം പറഞ്ഞ എല്ലാവർക്കും പ്രോഫേഴ്സിനും മാർഷ്യോജിയന്മാർക്കും എല്ലാവർക്കും നേരിട്ടില്ല. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ഡെലിബറേറ്റ്ലി അല്ല കാതറിക്കൊക്കെ അത് പറയാൻ ചില പരിമിതികളുണ്ടാവും, സാധ്യതകളുണ്ടാവും. ഞാൻ പറയേണ്ടൊക്കെ ഞാൻ പറയും. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോസ് വിഭജിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നേ കാണാനുള്ളൂ. വാട്ട് ഹാപ്പൻസ് ദി അതർ സൈഡ്? പലസ്തീൻ അവിടെ പോയി. ഒരു പലസ്തീനെങ്കിലും ഒരു സ്വതന്ത്ര പലസ്തീൻ വേണ്ടേ? ഈ ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും ജൂതന്മാർ എത്ര ഇഷ്ടമാണെങ്കിൽ എന്തിനാ അവരെ അങ്ങോട്ട് കയറ്റി അയച്ചു? എസ്കലേറ്റർ ആണെങ്കിൽ എസ്കലേറ്റർ ചലിക്കും, നിങ്ങൾ വെറുതെ എന്നാൽ മതി. ഇതാണ് എനിക്ക് കഥസാഹിബിനോട് സംസാരിക്കാൻ ഇഷ്ടം. ചോദ്യത്തിൽ നിന്ന് പറയുമ്പോൾ എസ്കലേറ്ററിലേക്ക് എത്തിയപ്പോൾ സുധാകരനും വലിയ പരാജയമായിത്തീരുന്നു, അതുപോലെ തന്നെ വി ഡി സതീശനും പരാജയമായിത്തീരുന്നു. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുവിലുള്ള ജനങ്ങൾ പലരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു നിഗമനത്തിൽ എത്തി വരികയാണ് ഇപ്പോൾ ഇവിടെ. അല്ല പല നേതാക്കന്മാരും പരാജയമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ. നോർവേയിലും ഫിൻലൻഡിലും പോയിട്ട് എഡ്യൂക്കേഷൻ വല്ലതും പഠിച്ചോ? വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ട് വല്ലതും ഇംപ്ലിമെന്റ് ചെയ്തോ? നമ്മളെവിടെ നിൽക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പാർലമെന്റ് ഈ നിയമസഭാ ഇലക്ഷനിൽ മാറി? നിയമസഭാ ഇലക്ഷനിൽ ഞാൻ മാറിയെന്നില്ലല്ലോ, മത്സരിച്ച് തോറ്റല്ലേ ഗുരുവായി. ഈ പാർലമെന്റിൽ ഇപ്പോൾ ഒരു സീറ്റ് കൂടി കൂടുതൽ ചോദിക്കുമെന്ന് കേൾക്കുന്നു, എന്താണ്? അതൊക്കെ പാർട്ടി ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ. പാർട്ടി ലീഡർഷിപ്പ് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കും. ഈ CPM വളരെ പ്രണയപരവശയായിട്ട് ഇപ്പൊ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നോക്കായിരുന്നു, വയസ്സായ ഒരു വൃദ്ധന്റെ